വാശിയേറിയ പോരാട്ടമാണ് പാലാ നഗരസഭയിൽ നടക്കുന്നത്. നിയമസഭയിൽ തോറ്റെങ്കിലും പാലാ നഗരസഭ നിലനിർത്താൻ ജോസ് കെ മാണിയും കൂട്ടരും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇത്തവണ. എന്നാൽ ഇത്തവണ UDF നഗരസഭ തിരിച്ചുപിടിക്കും എന്ന അവകാശവാദവുമായാണ് മുന്നിലുള്ളത്. വിമതരും സ്വതന്ത്രരും നിർണായകമാകുന്ന നഗരസഭ കൂടിയാണ് പാല. കേരള കോൺഗ്രസ് എമ്മിന്റെ ഈറ്റില്ലം, മാണിസാറിന്റെ സ്വന്തം പാല. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം മുന്നണി മാറിയപ്പോൾ 40 വർഷത്തിന് ശേഷം നഗരസഭ LDFനൊപ്പം നിന്നു. മുന്നണിക്കുള്ളിൽ ചില പടലപ്പിണക്കങ്ങൾ ഉണ്ടായെങ്കിലും 5 വർഷം പൂർത്തിയാക്കാൻ LDFന് സാധിച്ചു. എന്നാൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് UDF പറയുന്നത്. പാലാ MLA മാണി സി കാപ്പൻ തന്നെയാണ് പ്രചരണത്തിന് UDFന് ചുക്കാൻ പിടിക്കുന്നത്. ഇവിടെ 12 പഞ്ചായത്തുള്ളത്. അതിൽ 10 പഞ്ചായത്തും UDF ജയിക്കും, പാലാ മുനിസിപ്പാലിറ്റിയും UDF ജയിക്കും. അതുകൂടാതെ കടപുഴ പാലം എന്ന് പറഞ്ഞ 2020 തകർന്ന പാലം പകരം ചില്ലച്ചി അവിടെ എന്ന് പറഞ്ഞൊരു പാലം അവിടെ അനുവദിച്ചിരുന്നു. അതിന് മുമ്പ് അനുവദിച്ചതാണ്. ആ പാലത്തിൻ്റെ പണം ഈ പാലത്തിന് മാറ്റിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തടസ്സം നിന്നവരോട് ആ നാട്ടുകാർ ചെയ്യുന്ന പ്രതികാരം എന്താണെന്ന് അവർ ധരിച്ച് ഈ പാലം തടഞ്ഞാൽ എനിക്കിട്ട് പണി കിട്ടുമെന്നാണ്. ഇപ്പോൾ കിട്ടുന്ന ആർക്കാന്ന് കണ്ടു, ഒരു സീറ്റ് പോലും അവർ ജയിക്കില്ല. ജോസ് കെ മാണിയെ വിമർശിച്ചതിന് CPM പുറത്താക്കിയ ബിനു പുളിക്കക്കണ്ടവും മകളും സഹോദരനും സ്വതന്ത്രരായി പാലയിൽ മത്സരിക്കുന്നുണ്ട്. ഇത് LDFന് വലിയ തലവേദനയാണ്. UDFന് ഗുണം ചെയ്യുമെന്ന് അവരും വിലയിരുത്തുന്നു. എന്നാൽ അധികാരം നിലനിർത്താൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജോസ് കെ മാണിയും കൂട്ടരും. CPMുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതും ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ. നല്ല രീതിയിൽ 18 തൊട്ട് 20 വരെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഭൂരിപക്ഷം കിട്ടി. പാല നിലനിർത്തും. അത് മാണി സാറിൻ്റെ മരണശേഷം ജോസ് കെ മാണിക്ക് നിയമസഭയിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടും കൂടെ ഈ ഇലക്ഷൻ മാറും. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അറിയാം. കാരണം 2 ചിഹ്നത്തിൽ എന്തുമാത്രം പ്രൗഢമായിട്ടുള്ള നല്ല കരുത്തരായ സ്ഥാനാർത്ഥി കോട്ടയം ജില്ലയിൽ ഉടനീളം 450ഓളം സ്ഥാനാർത്ഥികളുണ്ട്. BJPയും ഇത്തവണ സജീവമായി രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടിയും ഒരു കൈ നോക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. വിമതരും സ്വതന്ത്രരുമെല്ലാം കളം നിറയുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് പാലായിൽ കരുത്ത് തെളിയിക്കാനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.